ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും കൂടിയിട്ട് ഒരു മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ വന്നപ്പോൾ റൂം ആകെ മെസ്സായിട്ടുണ്ട്. അപ്പോൾ ആരോ റൂമിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പോകുമ്പോൾ റൂം അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ മറ്റൊരു എവിഡൻ്റാണ് ഇത്. എൻ്റെ മഷ്റൂം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഹിഡിബേബിയാണോ ആദമോനാണോ, ഇനി ഇവിടെ എൻ്റെ ബ്രദറിൻ്റെ ഒരു മോളുണ്ട് ചെറുത് 2 വയസ്സായിട്ടുള്ള, അവൾ വരാറുണ്ട്. അവളാണോ ആരാണത് ഒപ്പിച്ച് വെച്ചതെന്നറിയില്ല. ആരായാലും കയറി പണി തന്നു പോയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് കടലുണ്ടിയിൽ പോകാനുണ്ട്. കടലുണ്ടിയിൽ എൻ്റെ ഉമ്മൻ്റെ അടുത്തൊന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ ഡ്രസ്സ് ചെയ്യാണ്. ജസ്റ്റ് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, പിന്നെ ഒരു വൈറ്റമിൻ സിൻ്റെ ഒരു ഫേസ് ക്രീം ഉണ്ടായിരുന്നു. അതും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മുടെ നോർമൽ കുട്ടിക്കൂറ പൗഡറും, പിന്നെ ഇതേ ഒരു വളയും ഒരു മോതിരവും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വേഷം. എന്നിട്ട് ഇതേ ഞാൻ ഇപ്പൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പൻ്റെ ഇലക്ട്രിക് സ്കൂട്ടിയാണ്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി. കടലുണ്ടി എത്തിയപ്പോൾ നല്ല അടിപൊളി വെയിലും ഗേറ്റ് അടവും. ആകെ വലഞ്ഞു പോയി. എന്തായാലും അവിടെ വാവുത്സവം കഴിഞ്ഞതിൻ്റെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി. പിന്നെ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പോയി പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട്. പിന്നെ അതേ വീട്ടിലെത്തി തിരിച്ച് വന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ താഴ്ന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ റൂമിലേക്ക് വന്നിട്ടുള്ളത്. തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പക്കും ഇക്കക്കും ഒക്കെ ഫുഡ് കൊടുത്തിട്ട് ആണ് ഞാൻ പിന്നെ മേലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ അങ്ങനെ വളയൊക്കെ ഒന്ന് ഊരി വെച്ചു. എനിക്ക് ഈ വളയും മോതിരമൊക്കെ ഇട്ട് വീട്ടിൽ നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക സ്ട്രഗിളിങ് ആണ്. എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരുപാട് വളയും ഒക്കെ ഇട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊക്കെ സ്റ്റോണൊക്കെ ഉള്ള വളയല്ല. അപ്പോൾ അതൊന്നും അധികം കയ്യിൽ ഇങ്ങനെ ഇട്ട് നടക്കാൻ എനിക്കിഷ്ടമില്ല. പുറത്ത് പോകുമ്പോൾ മാത്രം വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടിടുന്നതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് ഞാൻ ലാപ്പിലൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇക്ക തന്നൊരു പണിയാണ്. ഇക്കക്ക് ഒരു കുറി ഉണ്ടായിരുന്നു. കുറിക്ക് വേറെ എന്തെങ്കിലും പറയുമോ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ മാസം കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ലോട്ട് എടുത്തിട്ട് ആ ലോട്ടിൽ കിട്ടുന്ന ആൾക്ക് മൊത്തത്തിൽ കിട്ടുക ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഇവിടെയൊക്കെ അതിന് കുറി എന്നാണ് പറയുക. വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്ക എവിടുന്നോ കണ്ടിട്ട് കൊണ്ടുവന്നൊരു ഐഡിയയാണ്. സ്ട്രോൻ്റെ ഉള്ളിൽ ഇങ്ങനെ നെയിമൊക്കെ ഇട്ടിട്ടുള്ളൊരു ഐഡിയ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇക്കൻ്റെ പേരെല്ലാവരും എഴുതിയിട്ട് ഇങ്ങനെ ലാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിങ്ങനെ ഓരോ പേരായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് ഭയങ്കര ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം ഈ റൂമിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഫാൻ ഇടാണ്ട് ഈ റൂമിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഫാൻ ഇടുമ്പോൾ ഇത് പാറിപ്പോവുക, ഫാൻ ഓഫാക്കുമ്പോൾ വിയർത്ത് കുളിക്കുക. അങ്ങനെ ഫാനും ഞാനും തമ്മിൽ മത്സരിച്ച് ഒരുവിധം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രോസ് ഏകദേശം അതൊരു 3 ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാകത്തിന് അത് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു സൈസിൽ എല്ലാ സ്ട്രോസും ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ലോട്ട് എടുക്കാനാകുമ്പോൾ എല്ലാം ഒരുപോലെ വേണമല്ലോ. അപ്പോൾ ഒരു സ്ട്രോ ഏകദേശം 4 പീസ് ആക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഞാൻ. അവിടെയും ഫാന് വില്ലനായി വരികയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്കാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഉരുണ്ട് താഴെ പോകില്ലല്ലോ. മറ്റേത് ഞാൻ സ്ട്രോ കട്ട് ചെയ്തിടുമ്പോഴത്തേന് ഫാനിൻ്റെ കാറ്റിൽ പറന്നിട്ട് ടേബിളിൻ്റെ അടിയിലേക്കും കട്ടിലിൻ്റെ അടിയിലേക്കും ഒക്കെ പോവാണ്. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിരുന്നു. അപ്പം ഈ ഒരു ബാസ്ക്കറ്റിലേക്കായപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് അങ്ങനെ ഉരുണ്ട് കളിച്ചോളും സ്ട്രോ, പുറത്തേക്ക് പോകണില്ല. അപ്പോൾ അത് വലിയൊരു ഉപകാരമായി. അങ്ങനെ ഇതേ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു തലവേദനയോ ഒക്കെ പോലെ തോന്നി. കാരണം ഒന്നാമത് ഞാൻ ആ വെയിലത്ത് ആ ഒരു ഗേറ്റ് അടവിൽ നിന്നത് ഭയങ്കര ഒരു ടാസ്ക്കായി എനിക്ക്. കാരണം നല്ല മൈഗ്രെയിനുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ വെയിലത്തുള്ള ട്രാവലിങ്ങേ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഗേറ്റ് അടവിൽ നിൽക്കുകയും കൂടി ചെയ്തപ്പോൾ ഭയങ്കര പണിയായി. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ട് വേഗം കട്ട് ചെയ്തതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു താഴെ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിടുക. തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി. ഞാൻ ഇന്ന് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ മേലെ ഇവിടെ ഞങ്ങളെ റൂമൊന്നും അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ മാത്രമേ വേസ്റ്റ് ഉള്ളൂ, മറ്റേ റൂമിലൊന്നും വേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എനിക്ക് ഈ ഒരു 2 ഉപ്പിലിട്ടത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഞാനിത് കഴിക്കൽ നിർത്തിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എപ്പോൾ വാങ്ങി തന്നാലും ഞാൻ അപ്പം തന്നെ എടുത്ത് കഴിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് അത് കഴിക്കലില്ല. കാരണം HBയും വൈറ്റമിൻ ഡിയും രണ്ടും ഭയങ്കര ലോ ആയിട്ട് എന്താ പറയുക, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ഞാൻ എത്തി. അത്രയും ദേഷ്യം കൂടി, അതുപോലെ ക്ഷീണം, ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ എപ്പോൾ കട്ടിൽ കണ്ടാലും കിടക്കാൻ തോന്നും, ഒന്നിനും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഞാനതൊക്കെ കുറച്ച് അതുപോലെ വൈറ്റമിൻ ഡിക്ക് സപ്ലിമെൻ്റൊക്കെ എടുത്ത് ഫുഡ് കൺട്രോൾ ചെയ്തു. പിന്നെ ഒരു HB നോർമലാവാൻ വേണ്ടിയിട്ട് ഒരു ABC എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസ് ഉണ്ടായിരുന്നു, ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും കൂടി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് കുടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് നോർമലായി വന്നതാണ്. അപ്പം പിന്നെ ഇത് ഞാൻ നിർത്തിയതേനു. പിന്നെ ഇക്ക കൊണ്ടുവന്ന് തന്നപ്പോൾ പിന്നെ അത് കഴിക്കാതിരിക്കാനും തോന്നുന്നില്ല. ഞാൻ ഇക്കനോട് പറഞ്ഞു, ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി എനിക്ക് ഈ സാധനം വാങ്ങിച്ച് തരരുത്. വാങ്ങി തന്നാൽ ഞാൻ കഴിച്ചു പോകും. അപ്പം ഇനി വാങ്ങി തരരുത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാനത് മേടിച്ചത്. എന്തായാലും അങ്ങനെ അത് കഴിച്ചുകൊണ്ട് ഞാൻ പ്ലാനറൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെന്താ ഉച്ചയ്ക്ക് ശേഷമാണോ പ്ലാനറിൽ നോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. കാരണം ഞാൻ അങ്ങനെയാണ്. ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ മോർണിംഗിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ മൊത്തം കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അപ്പോൾ ഏതാദ്യം ചെയ്യണം, മൊത്തത്തിലൊരു കൺഫ്യൂഷനൊക്കെ ആവും. അപ്പോൾ അതിന് ഉള്ള ഇടവരുത്തലില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യും, അത് അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ ടൈമിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അങ്ങനെ നോട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ടാബിൽ നിന്ന് ലാപ്പല്ല ക്രോം ബുക്ക്, അത് പറഞ്ഞ് എന്തോ ലാപ്പ് എന്ന് എൻ്റെ വായിൽ വരുന്നുള്ളൂ. ലാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റിച്ചായി പോയില്ലേ. ലാപ്പൊന്നല്ല, ഇത് ക്രോം ബുക്കാണ്. ഞാൻ ആദ്യമോൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ക്രോം ബുക്ക്. പിന്നെ അവൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ വീഡിയോസ് കാണാനൊക്കെ യൂസ് ചെയ്യും. ആദ്യമോനും ഹിൽ ബേബിയാണ് അതിനെ ലാപ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞ് ഞാനും ക്രോം ബുക്കിന് ലാപ്പ് എന്നാണ് പറയൽ. എന്തായാലും അത് ഞാൻ ടാബിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഒരു വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു സ്പേസ് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ ടാബിളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ ടാബിളാണ്. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ വെച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആക്കിയും വെച്ചിട്ടുണ്ട്. അപ്പം ആ ലാപ്പും കൂടി വെച്ചാൽ പിന്നെ അതിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തൽക്കാലം അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട്, വീഡിയോ ഞാൻ ഏതായാലും കാണുന്നില്ല, വോയിസ് കേൾക്കണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്ലേ ചെയ്ത് അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഞാൻ വാൾ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബർത്ത്ഡേ റിട്ടേൺ കാർഡിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഞാൻ ചുമരിൽ ഒട്ടിക്കാൻ, ഈ ഒരു ടിഷ്യൂ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്നോ ഇനി അല്ലെങ്കിൽ അത് ചുമരിൽ കറ പിടിക്കുമോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. കറ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം ഇൻഷാ അല്ലാ. അപ്പം ഏതായാലും ഞാൻ ആദ്യം ടാബിളിൽ വെച്ചിട്ടൊന്നിങ്ങനെ മോഡൽ നോക്കിയിട്ടോ ഏത് ഓർഡറിൽ വെക്കണം അതൊക്കെ പ്ലാൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ചുമരിലേക്ക് സ്റ്റിക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ ചുമരിലേക്ക് സ്റ്റിക്ക് ചെയ്തു. പക്ഷേ മൊത്തം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്കെന്തോ അവിടെ ഒരു ഫില്ലായി നിൽക്കുന്ന ഒരു ഫീലില്ല. എനിക്ക് മൊത്തത്തിൽ ഫില്ലായിട്ടില്ലെങ്കിലും കുറച്ച് ഏരിയയിൽ ഒരു പോസിറ്റീവ് കോഡ്സൊക്കെ ഫില്ല് ചെയ്ത് നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് പ്രിൻ്റ് എടുത്തത്. ഒരുപാട് നാളായിട്ടോ അതിങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പ്ലാനൊക്കെ ഇട്ട് നിൽക്കണം. പിന്നെ ഈ ഒരു വർക്ക് വന്നപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും പ്രിൻ്റ് എടുക്കാം, പിന്നത്തേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ ഈ ഒരു കുറച്ച് പോസിറ്റീവ് കാർഡ്സിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാർഡ്സ്, അതും ഞാൻ അതിൻ്റെ കൂടെ പ്രിൻ്റ് എടുത്തതാണ്. അത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ആ ഒരു ബാക്കി ആ ഒരു വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് അങ്ങനെ കവർ ചെയ്ത് നിൽക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതൊരു കുറച്ച് മാത്രം ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ, അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ആ ഏരിയ തന്നെ ഒന്ന് 2 ഏരിയ ആയിട്ട് ഒട്ടിക്കാതെ മൊത്തത്തിൽ ഒറ്റ ഏരിയയിൽ തന്നെ ഒട്ടിക്കാൻ. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാ പിന്നീട് പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് നല്ലത്. കാരണം അവിടെ കുറച്ച് ഇവിടെ കുറച്ച് അങ്ങനെ വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന ഒരു ഏരിയ ഫുൾഫിൽ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒട്ടിച്ചപ്പോൾ പിന്നെയും കുറച്ചൊരു എന്താ പറയുക, ഒരു ലുക്കുണ്ട് കാണാൻ. മറ്റേത് കുറച്ച് മാത്രമായപ്പോൾ എന്തോ ഒരു മുഴുവനാവാത്തൊരു ഫീൽ ചെയ്യും. അങ്ങനെ അത് വർക്ക് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഉപ്പിലിട്ടതിൽ വെള്ളം മുഴുവൻ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നെല്ലിക്കയ്ക്ക് എന്താ ഇവിടെ അരിനെല്ലിക്ക എന്നാണ് പറയുക. ഇവിടെ എല്ലായിടത്തും ഈ സംഭവത്തിന് അത് തന്നെയാണോ, ഈ ഓരോ സാധനത്തിനും പല നാട്ടിലും പല പേരാണല്ലോ പറയുക. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്താ പറയുകയെന്ന്. ഇവിടെ അരിനെല്ലിക്ക എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോണിലായതുകൊണ്ട് തന്നെ അത് ഞാൻ കാണിക്കുന്നില്ല, അത് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാലിക്കപ്പ് കാണിച്ചല്ലോ കോഫീൻ്റെ, ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയിംസ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സ്ട്രോൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐഡിയ കേൾക്കുന്നത്. ഇക്കൊക്കെ എവിടുന്നോ കിട്ടിയതാണ് ഈ ഒരു ഐഡിയ. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ഐഡിയ ആയിട്ട് തോന്നി. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ സ്ട്രോൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ ഒരു സ്ട്രോസ് എല്ലാം കൂടി ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ലോട്ടെടുക്കുക. അതൊരു വെറൈറ്റി ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹിൽ ബേബീനെ പിക്ക് ചെയ്യാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഹിൽ ബേബി വന്നതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.